അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ എന്നതിനെ കുറിച്ചാണ്. DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNA എക്സാക്ട് കോപ്പി ഇതിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സെല്ല് ഡിവൈഡ് ചെയ്ത് അത് പാരന്റ് സെൽസിൽ നിന്ന് ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഡോട്ടർ സെൽസിലെല്ലാം ഈ പാരന്റ് സെൽസിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ DNA കോപ്പീസ് ഉണ്ടാകുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻ പോലെ തന്നെ DNA എക്സാക്ട് കോപ്പീസ് ഉണ്ടാക്കും. അതാണ് അടുത്ത സെൽസിലേക്ക് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്തെല്ലാമാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം DNA എന്ന് പറയുന്ന ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അത് ആൻറ്റി പാരലൽ ആയിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ. അതായത് 5'3' ആണെങ്കിൽ ഈ സൈഡിൽ 5'3'. അങ്ങനെ ആൻറ്റി പാരലൽ ആയിട്ടാണ് അത് അതിൻ്റെ ഡയറക്ഷൻ. ആൻഡ് അതിൽ മെയിനായിട്ട് ഈ ഡബിൾ ഹെലിക്സിൽ വരുന്നത് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഷുഗറും ഫോസ്ഫേറ്റും, അതിൻ്റെ ബ്രിഡ്ജസ് എന്ന് പറയുന്നത് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അത് നമ്മുടെ നൈട്രജൻ ബേസസും ഹൈഡ്രജൻ ബോണ്ട് അത് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷുഗർ, ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ് ഗ്വാനിൻ, അത് അടുത്ത സ്ട്രാൻഡിലെ സൈറ്റോസിനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷുഗർ, ഫോസ്ഫേറ്റ്, പിന്നെ ഇവർ രണ്ടുപേരും ഈ ഷുഗർ ഫോസ്ഫേറ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ആയിട്ടാണ്. അപ്പോൾ അത് ബോൺസ് വഴിയാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മുടെ ഈ ഡബിൾ ഹെലിക്സിൻ്റെ എക്സാക്ട് സ്ട്രക്ചറാണ് ഞാനിവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എക്സാക്ട് DNA റെപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണ്. DNA റെപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈയിങ് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒരു പോയിന്റിലാണ് നമ്മുടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അവിടുന്ന് ഇപ്പോൾ ഇത് വൈൻഡഡ് ആയിട്ടുള്ളൊരു ഡബിൾ ഹെലിക്സ് ആണല്ലോ, അവിടെ അൺവൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ വെച്ച്. അപ്പോൾ ഈ അൺവൈൻഡിങ് വെറുതെ സ്റ്റാർട്ട് ചെയ്യില്ല, അത് ഷുഡ് ബി സം പേഴ്സൺസ് ഹെൽപ്പിംഗ് ഫോർ ദാറ്റ്. അതാണ് ഹെലിക്കേസ് ആൻഡ് ടോപ്പോ ഐസോമറേസ് എൻസൈംസ് അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹെലിക്കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അൺവൈൻഡിങ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞ രണ്ട് സ്ട്രാൻഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുകൾ വഴിയാണ്. ഹെലിക്കേസ് ചെന്ന് ഇതിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ സ്ട്രാൻഡുകൾ തമ്മിൽ സെപ്പറേറ്റ് ആയി. അതാണ് ഈ അൺവൈൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ മുകളിലുള്ളതിനെ ചിലപ്പോൾ കെട്ടുപിടയാന്ന് പറയില്ലേ, സൂപ്പർ കോയിലിംഗ് സംഭവിക്കാം. അതിനെ സൂപ്പർ കോയിലിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ടോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു എൻസൈമാണ് ടോപ്പോ ഐസോമറേസ്. അതിൽ DNA ഗൈറേസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടോപ്പോ ഐസോമറേസ് ആണ്. ഇനി അപ്പോൾ അങ്ങനെ അൺവൈൻഡ് ചെയ്ത ഒരു DNAനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, മുകളിലുള്ള സ്ട്രാൻഡ് ഓക്കെ കട്ട് ചെയ്തിട്ടില്ല, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു ഫസ്റ്റ് ഇതിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നമുക്കൊരു വൈ ഷേപ്പായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതിനെ ഞാൻ വൈ ഷേപ്പിലേക്ക് കറക്റ്റ് മറ്റേ ആ ഒരു സ്ലോപ്പിനെസ് ഇതാക്കിയിട്ട് നേരെ സ്ട്രാൻഡാക്കി ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഇത് കിട്ടും നമുക്ക്. ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. പക്ഷേ ഇത് അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നോക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു, അപ്പോൾ ബാക്കിയുള്ള ഒരു സെക്ഷൻ ഒരു ബബിളായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് പോകുന്നു, അപ്പോൾ തന്നെ ഇവിടെ റെപ്ലിക്കേഷൻ നടക്കും. അപ്പോൾ ആ ഒരു ഇത് ഏരിയ, ആ ഒരു സെക്ഷനാണ് റെപ്ലിക്കേഷൻ ബബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ റെപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ വ്യക്തമായിട്ട്, അതായത് ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് കുറച്ചും കൂടെ വലുതായിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് 5'3' എൻഡിലേക്ക് നമ്മുടെ നോർമൽ പാരന്റൽ സ്ട്രാൻഡ് ആണ് ഇത് രണ്ടെണ്ണം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇത് ഞാൻ ഇവിടെ കാണിക്കാത്തതാണ്. ഇത് ഓൾറെഡി മീൻസ് ബ്രിഡ്ജസ് ഉള്ളതാണ്, നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് ഉള്ള ഒരു ഏരിയ ആണ്. താഴെയാണ് നമ്മുടെ റെപ്ലിക്കേഷൻ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇവിടെ താഴെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നതായിട്ട് നമ്മുടെ ആ സെക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 3', ഇവിടെ 5' ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 5' എൻഡിലേക്ക് ഒരു പ്രൈമർ വന്ന്, ഇതാണ് ഈ പ്രൈമർ ഉണ്ടാക്കുന്ന എൻസൈമാണ് പ്രൈമേസ്. കാരണം അതൊരു ഇനീഷ്യേഷൻ കൊടുക്കുകയാണ്. DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും വന്ന് അതിനെ ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഇനീഷ്യേറ്ററാണ് അവിടുത്തെ പ്രൈമേസ് എൻസൈം.
ആ പ്രൈമേസ് എൻസൈം ഒരു പ്രൈമറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഞാനിവിടെ ഡാർക്കൺ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 5' എൻഡിലേക്ക് ഒരു പ്രൈമറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ പ്രൈമർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ചെറിയൊരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. ഒരു 10 ന്യൂക്ലിയോടൈഡ് ഉള്ള ഒരു ഏകദേശം 10 എന്ന് പറയാവുന്ന ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് ഈ പ്രൈമർ. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഈ പ്രൈമേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഇവിടെ 5' എൻഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ 3' എൻഡ് ഫ്രീ ആണ്. ഇങ്ങനെ ഒരു 3' എൻഡ് ഫ്രീ ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ അടുത്ത എൻസൈം, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻസൈം ഇൻ DNA റെപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് DNA പോളിമറൈസ് എൻസൈം. അതാണ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് DNA പോളിമറൈസ് വരണമെങ്കിൽ ഇവിടെ ഒരു 3' അല്ലെങ്കിൽ 3' എൻഡ് ഫ്രീ ആയിട്ടുണ്ടാകണം. അല്ലാണ്ട് തന്നെ വന്ന് ഇപ്പോൾ ഈ പ്രൈമർ തന്നെ വന്ന ഒരു അറ്റാച്ച് ചെയ്തിരുന്നല്ലോ പ്രൈമേസിന്, അതായത് പ്രൈമേസിന് തന്നെ വേറെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഇതിന് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ DNA പോളിമറൈസിന് ഫ്രീ ആയിട്ടുള്ള ഒരു 3' മാത്രമാണ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ അത് കൊടുക്കുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാണ് ഈ സ്ട്രാൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരന്റൽ സ്ട്രാൻഡ്, ഫസ്റ്റ് വൺ. അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രാൻഡ് ഗ്രോ ചെയ്യും. സോ അവിടെ തടസ്സങ്ങളൊന്നുമില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ലീഡിങ് സ്ട്രാൻഡ്. കാരണം 5' 3' എപ്പോഴും ഫ്രീ ആയിരിക്കും. അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി DNA പോളിമറൈസിനെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലാതെ അത് പോകും. പക്ഷേ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നോക്ക്, ഇത് 5', ഇത് 3'ലേക്കാണ് ഇതിൻ്റെ പോയിന്റിങ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 5', ഇവിടെയല്ലേ വരിക, ഇങ്ങോട്ടായിരിക്കും 3' വരിക. അപ്പോൾ നമ്മുടെ DNA പോളിമറൈസ് എപ്പോഴും 3'OHലേക്കാണ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പ്രൈമർ ഇപ്പോൾ എവിടെ വന്ന് അറ്റാച്ച് ചെയ്യണം, ഇപ്പോൾ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു എന്ന് വിചാരിച്ചോ. വേണ്ട, ഫസ്റ്റ് ഇവിടെ തുടങ്ങട്ടെ. ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 3'OH ഫ്രീ ആക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അതിന്. അപ്പോൾ ഈ കാരണം അപ്പോൾ ഫ്രീ എൻഡ് ഉണ്ടാവില്ല. സോ അതിവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. സോ 3'OH ഫ്രീ ആയിരിക്കും. അതിലേക്ക് DNA പോളിമറൈസ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ വരെയല്ലേ വരാൻ പറ്റുള്ളൂ. സോ അത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കുഞ്ഞു ഫ്രാഗ്മെന്റ് ഇവിടെ ഫോം ചെയ്തു. അതാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്. അപ്പോൾ ഇനി അടുത്ത പ്രൈമർ. അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലീഡിങ് സ്ട്രാൻഡിൽ ഒറ്റ പ്രൈമർ മതിയായിരുന്നു അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ പ്രൈമേഴ്സ് വീണ്ടും പ്രൈമേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഒത്തിരി പ്രൈമിങ് നടക്കും അവിടെ. സോ അടുത്ത പ്രൈമർ വന്നിട്ട് ഈ 5' എൻഡിൽ വരുന്നു. 3'OH ഫ്രീ ആണ്, DNA പോളിമറൈസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്ട്രാൻഡ് ആണ് നമുക്ക് അവിടെ കിട്ടുക. ദാറ്റ് സ്ട്രാൻഡ് ഈസ് കോൾഡ് ലാഗിങ് സ്ട്രാൻഡ്. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസിനെ നമുക്ക് ജോയിൻ ചെയ്യിക്കാം. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പല സ്റ്റെപ്സ് ഉണ്ട്. അതിൽ എൻസൈംസ് ഉപയോഗിച്ച് നമ്മൾ അതിൽ ജോയിൻ ചെയ്യിക്കുമെങ്കിലും ഇനീഷ്യലി ഫോം ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡാണ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദാറ്റ് ഈസ് കോൾഡ് ലാഗിങ് സ്ട്രാൻഡ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ലീഡിങ് സ്ട്രാൻഡും പ്രൊഡ്യൂസ് ചെയ്തു, ലാഗിങ് സ്ട്രാൻഡും പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇവിടെ നമ്മുടെ പ്രൈമറുകൾ ഉണ്ടല്ലോ, ഈ പ്രൈമേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യണം. കാരണം അത് പ്രൈമേഴ്സ് RNA പോളിമറൈസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കാരണം RNA പോളിമറൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മുടെ DNA ആ ഒരു തൈമിൻ ബൈ ഗ്വാനിൻ അതുണ്ടല്ലോ, ആ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈമറിനെ റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ന്യൂക്ലിയോടൈഡ്സിനെ ഫിൽ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് DNA പോളിമറൈസ് വരും. എന്നിട്ട് അതിനെ വീണ്ടും DNA പോളിമറൈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ടൈപ്പിന് ഇങ്ങനെ ഇലോങ്ങേഷൻ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഒരെണ്ണം ഈ എൻഡ് പ്രൈമേഴ്സിനെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരെണ്ണം വന്നിട്ട് അതിൻ്റെ ഗ്യാപ്പുകൾ ഫിൽ ചെയ്യും. സോ അത് ചിലപ്പോൾ ഒരേ DNA പോളിമറൈസിന് തന്നെ ഇത് രണ്ടും, അതായത് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയും അതുപോലെ ഗ്യാപ്പ് ഫില്ലിങ്ങും ചെയ്യാൻ പറ്റും. പിന്നെ ഒരെണ്ണം വന്നിട്ട് പ്രൂഫ് റീഡ് ചെയ്യും. സോ അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. സോ ഈ പ്രൈമേഴ്സ് ഇവിടെ ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് കളയണം. പിന്നെ ആ സ്ഥലത്തേക്ക് പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഒന്നും കൂടി ഒരു റീചെക്കിങ്, കാരണം ഇത് ഡിസ്കണ്ടിന്യൂസ് ആണല്ലോ. സോ ഈ രണ്ടിനും ചെയ്യും. ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ടും ഒരു റീചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ DNA പോളിമറൈസ് വീണ്ടും വരും. എന്നിട്ട് പ്രൂഫ് റീഡ് ചെയ്യും. അത് ഇവിടെയും ചെയ്യും കേട്ടോ, പ്രൂഫ് റീഡിങ് അങ്ങനെ ചെയ്യും. അതിനുശേഷം ഇനി കുഞ്ഞു ഫ്രാഗ്മെന്റ്സിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കുന്നതിനെ ജോയിൻ ചെയ്യണം.
സോ അത് ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത എൻസൈം വരും, ദാറ്റ് ഈസ് DNA ligase. അപ്പോൾ നമ്മൾ ഏതൊക്കെ എൻസൈംസിനെ പഠിച്ചു? ഫസ്റ്റ് വൺ വി ഹാവ് ദ ഹെലിക്കേസ് ആൻഡ് ടോപ്പോ ഐസോമറേസ്. എന്താണ്? അൺവൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ടെൻഷൻ, ആ ടോർഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആണ് ടോപ്പോ ഐസോമറേസ്, അൺവൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഹെലിക്കേസ്. പിന്നെ അവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രോട്ടീൻ ഉണ്ട്, ബൈൻഡിങ് പ്രോട്ടീൻസ്, അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. അതെന്താണെന്ന് വെച്ചാൽ ഈ DNA സ്ട്രാൻഡ്സിനെ അൺബൈൻഡ് ചെയ്തല്ലോ ഹെലിക്കേസ്, അപ്പോൾ ഈ സ്ട്രാൻഡ് തമ്മിൽ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും ഒരുമിച്ച് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. അതെപ്പോഴും ഈ അതായത് സെപ്പറേറ്റ് ചെയ്ത സ്ട്രാൻഡിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കും, അതിനെ തിരിച്ച് യോജിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്ന പ്രൈമേസ് വന്നു, ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഇനീഷ്യേറ്ററാണ് പ്രൈമേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, RNA പോളിമറേസ് ആണ്. അതാണ് ഒരു പ്രൈമറിനെ ഉണ്ടാക്കുന്നത്. അതൊരു ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് ഓഫ് എബൌട്ട് 10 ന്യൂക്ലിയോടൈഡ്സ് അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ. എന്നിട്ട് ആ പ്രൈമേഴ്സ് ഒരു പ്രൈമറിനെ ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് വിച്ച് ഈസ് ഹാവിങ് ഫ്രീ 3'OH, and to that end the DNA polymerase will be adding the nucleotides, and the continuous growth lead to the formation of, in 5'3' end, lead to the formation of leading strand. And coming to the case of here, the primer will be joining at different points, and so the DNA polymerase needs a 3'OH free end. So discontinuous formation of fragments occurs, and lead to the formation of lagging strand. So lagging strand പ്രത്യേകത ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, മോർ ദാൻ വൺ പ്രൈമർ വേണം അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഓഫ് ദ ഡയറക്ഷൻ ആണ്. എപ്പോഴും ആലോചിക്കുക, എപ്പോഴും DNA പോളിമറേസ് 5'3' മാത്രമാണ് ആക്ട് ചെയ്യുള്ളൂ, 5'3' മാത്രമാണ് ഇലോങ്ങേഷൻ സംഭവിക്കുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഒന്നിലധികം പ്രൈമറിൻ്റെ ഇത് വന്നത്. സോ അങ്ങനെ വരുമ്പോൾ അത് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ പ്രൈമറിനെ റിമൂവ് ചെയ്യണം. അതുപോലെ ആ റിമൂവ് ചെയ്ത സ്ഥലത്ത് പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ഫില്ല് ചെയ്യണം. ഇതെല്ലാം കറക്റ്റ് ആണോ ഈ ന്യൂക്ലിയോടൈഡ് എന്ന് നോക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ATGC പെയറിങ് കറക്റ്റ് ആണോ നോക്കാം. അപ്പോൾ പ്രൂഫ് റീഡിങ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് DNA പോളിമറേസ് വീണ്ടും വരും. പിന്നെ ഈ രണ്ട് ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബോണ്ടുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DNA ligase വരും. ഇതാണ് മെയിൻലി നമ്മുടെ DNA റെപ്ലിക്കേഷൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രണ്ട് സ്ട്രാൻഡുകൾ നമുക്ക് കിട്ടി. ഇതാണ് പാരന്റൽ സ്ട്രാൻഡ്, ഇത് ഡോട്ടർ സ്ട്രാൻഡ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. അങ്ങനെയാണ്. അപ്പോൾ ഒരു DNA സ്ട്രാൻഡിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഇത് വന്നു. അങ്ങനെ മൊത്തം രണ്ട് ഡബിൾ ഹെലിക്സുകൾ നമുക്ക് കിട്ടും. രണ്ട് ഡബിൾ ഹെലിക്സ്. അപ്പോൾ അതിലൊരു ഡബിൾ ഹെലിക്സിലെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് പാരന്റൽ സ്ട്രാൻഡ് ആയിരിക്കും. ഇത് രണ്ടാമത്തത് നമ്മുടെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. ഇതാണ് DNA റെപ്ലിക്കേഷൻ. സോ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ meet with another lecture by that time. Thank you. Bye-bye.